ഏപ്രിൽ റിലീസായിട്ട് വന്നിട്ടുള്ള സിനിമകളിൽ മരണമാസം മാത്രമേ കാണാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പടം ഇന്നലെ കണ്ടു. ബേസിൽ ജോസഫ് നായകനായിട്ട് എത്തിയിട്ടുള്ള പടം. ബേസിലിന് കൂടാതെ രാജേഷ് മാധവൻ, ബാബു ആൻ്റണി, നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ, അനീഷ്മ നമ്മുടെ കാതലൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ നസ്ലൻ്റെ പേരായിട്ട് എത്തിയിട്ടുള്ള നടിയാണ്. അതുപോലെ തന്നെ സിജു സണ്ണി തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്. ഇത് നവാഗതനായിട്ടുള്ള ശിവപ്രസാദാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. തിരക്കഥൊരുക്കിയിട്ടുള്ളത് സംവിധായകനായിട്ടുള്ള ശിവപ്രസാദും സിജു സണ്ണിയും ചേർന്നുകൊണ്ടാണ്. അപ്പോൾ ഈ സിനിമ ഒരു ബ്ലാക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമർ സറ്റയർ വിഭാഗങ്ങളിലൊക്കെ പെടുന്ന ഒരു പടമാണ്. അപ്പോൾ സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ജോണർ മനസ്സിലാക്കിയിട്ട് കാണുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തരത്തിലും വർക്കാവില്ല. കാരണം ഡാർക്ക് ഹ്യൂമറിൽ നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പോലും ഒരുപക്ഷെ ഭയങ്കര തമാശയിലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റായിട്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷൻ ആവശ്യപ്പെടുന്ന യാതൊരു സീരിയസ്നെസ്സും ഇല്ലാതായിരിക്കും ആ ഒരു സീന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ സിനിമയിൽ അവതരിപ്പിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള രംഗങ്ങൾ ത്രൂ ഔട്ട് അത്തരം ജോണർ കൈകാര്യം ചെയ്യുന്ന സിനിമകളുണ്ടായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്, അല്ലെങ്കിൽ ഇതെന്ത് പടമാണ്, അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടും അസഹനീയമായിട്ടൊക്കെ തീർച്ചയായിട്ടും തോന്നാം. ഇനി ഈ സിനിമ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ സിനിമയുടെ ഭൂരിഭാഗം റൺ ടൈമിലും നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു പടമാണിത്. ഒരുപാട് കോമഡികളൊക്കെ പടത്തിൽ കടന്നു വരുന്നുണ്ട്. ഈ ഡാർക്ക് ഹ്യൂമറായിട്ട് ഉപയോഗിച്ചിട്ടുള്ള നമ്പറുകൾ, അതുപോലെ തന്നെ കുറേ റെഫറൻസുകൾ പടത്തിൽ വരുന്നുണ്ട്. മൂവി റെഫറൻസുകൾ, ക്യാരക്ടർ റെഫറൻസുകൾ, അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന പല ട്രോൾ മീമുകളിലൊക്കെ വരുന്ന കുറേ സാധനങ്ങൾ, ഇതൊക്കെ ഭയങ്കര രസകരമായിട്ട് ഈ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ത്രൂ ഔട്ട് ഇൻ്റർവൽ പോർഷൻ വരെ നല്ല ഗംഭീരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടു. അവിടെ നിന്ന് അങ്ങോട്ടും കുറേ ഭാഗങ്ങളിലൊക്കെ ഈ കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു ക്ലൈമാക്സിനോട് അടുത്തപ്പോൾ, അല്ലെങ്കിൽ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കഴിഞ്ഞപ്പോൾ എനിക്ക് പടം ഒന്നങ്ങോട്ട് ഡൗൺ ആയി പോകുന്ന പോലെയാണ് തോന്നിയത്. ഒരു ഫൺ എന്ന് പറയുന്ന സാധനം കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പടത്തിൽ നിന്ന് മിസ്സായി തുടങ്ങി. ആ ഒരു ക്ലൈമാക്സ് പോർഷനിൽ നിന്നും തമാശകളൊന്നും അത്രയ്ക്ക് വർക്കായിട്ടില്ല. അതുവരെ സിനിമ ഒരു മോസ്റ്റ് ഓഫ് ദ റൺ ടൈം നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് പടം എനിക്കൊരു മോശം പടം എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ പടം കണ്ടു കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഫോർ മീ ഇതൊരു എബോവ് ആവറേജ് അല്ലെങ്കിൽ ഒരു വാച്ചബിൾ ആയിട്ടുള്ളൊരു പടമാണ്. ഇതിൽ പെർഫോമൻസുകളൊക്കെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിൽ ജോസഫ് ഓഫ് കോഴ്സ് നന്നായിരുന്ന ഒരു ക്യാരക്ടർ നന്നായിട്ട് തന്നെ പിടിച്ച് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ എങ്ങനെയെന്ന് നമുക്ക് ടീസറിലൊക്കെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പിടിച്ച് പോയിട്ടുണ്ട്. ചില സീനുകളൊക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ നല്ല രസമായിരുന്നു. പ്രത്യേകിച്ചും സ്റ്റാഫ് റൂമിന് തീയിട്ട സംഭവമൊക്കെ അവർ അവതരിപ്പിച്ചിട്ടുള്ള രീതിയൊക്കെ വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ പക്ഷേ പെർഫോമൻസ് കൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണയുടെ പെർഫോമൻസാണ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പുള്ളി നമ്മളധികം ഒന്നുകിലൊരു ചതിയനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോർമൽ ക്യാരക്ടർ റോളിലോ വില്ലനായിട്ടോ ഒക്കെയാണ് പുള്ളിയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ തമാശ കോമഡി എന്ന് പറയുന്ന സാധനം പുള്ളിക്ക് നല്ല കിടിലനായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. കോമഡി മുമ്പ് ചെയ്തില്ല എന്നല്ല പറയുന്നത്. പക്ഷേ നല്ല എനർജിയിൽ ആ ഒരു ക്യാരക്ടർ ജിക്കുബായി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നാഗചേച്ചി ഒരു ശബ്ദ സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്. ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല രസമായിരുന്നു. കുറേ നമ്പറുകൾ, കുറേ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം നമ്പറുകളും പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഭൂരിഭാഗം കോമഡി നമ്പറുകളും നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. കുറേ സീനുകളൊക്കെ നന്നായിട്ട് ചിരിച്ച് ഇങ്ങനെ കണ്ട് തീർക്കാവുന്നൊരു പടമാണ് മരണമാസ്. ബാബു ആൻ്റണിയുടെ ക്യാരക്ടറാണെങ്കിലും ഹ്യൂമർ പിടിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പുള്ളിയും നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ലെങ്കിൽ കൂടി ചില സ്ഥലങ്ങളിലൊക്കെ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തട്ടിമുട്ടിയും പരിപാടിയിൽ വരുന്ന ഉണ്ണി, അതൊരു മാഷായിട്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും നന്നായിട്ടുണ്ടായിരുന്നു. പൊതുവെ പെർഫോമൻസുകളിലൊക്കെ എല്ലാവരും നന്നായിരുന്നു. രാജേഷ് മാധവൻ ആണ് സീരിയൽ കില്ലറായിട്ട് എത്തിയിട്ടുള്ളത്. അതേ പടത്തിലെ സർപ്രൈസ് ഒന്നല്ല കേട്ടോ, അങ്ങനെ സർപ്രൈസ് എന്നുള്ളൊരു പടമല്ല, ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് സീരിയൽ കില്ലർ. അപ്പോൾ സീരിയൽ കില്ലറായിട്ട് എത്തിയിട്ടുള്ള രാജേഷ് മാധവനാണ്. പുള്ളി ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഇങ്ങനത്തെ എന്താ പറയുക, കുറച്ച് ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടികളൊക്കെ നന്നായിട്ട് വർക്കൗട്ടാവും. അത് കനകം കാമിനി കലഹം എന്ന് പറയുന്ന നിവിൻ പോളി പടത്തിലൊക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ ഈ ഒരു പടത്തിലും നന്നായിട്ട് തന്നെ രാജേഷ് ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സിനിമയെ വെട്ടിക്കീറി മുറിക്കാനൊന്നും പുറപ്പെടുന്നില്ല. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് കണ്ടിരിക്കാവുന്ന ഒരു എബോ ആവറേജ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വാച്ചബിൾ ആയിട്ടുള്ളൊരു പടം എന്നൊക്കെ പറയാം. ഭൂരിഭാഗം റൺ ടൈമിലും പടം നമ്മളെ രസിപ്പിക്കുന്നുണ്ട്. എനിക്ക് ക്ലൈമാക്സ് പോർഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ക്ലൈമാക്സിനോട് അടുക്കുന്ന കുറച്ച് ഭാഗങ്ങൾ തൊട്ടിട്ട് പിന്നെ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. ഒരു ഫണ്ണ് എവിടെയോ വെച്ച് ഒന്നങ്ങോട്ട് മിസ്സായി പോയ പോലെ തോന്നി. പിന്നെ പടം എൻഡ് ചെയ്യും എന്ന ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ അത്
അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ടായില്ല. എന്നാലും മുക്കാൽ ഭാഗവും നല്ല രസിച്ച് കണ്ട, തിയേറ്ററിൽ പോയാൽ നല്ലൊരു ഫൺ റൈഡായിട്ട് കാണാവുന്ന, നമ്മൾ ഈ ജോണർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൺ റൈഡായിട്ട് കാണാവുന്നൊരു പടം തന്നെയാണ് മരണമാസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും പടം കണ്ടു നോക്കുക. പടം ഇപ്പോഴും തിയേറ്ററിലുണ്ട്. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.